കേരളത്തിലെ എസ്പ്രസോ വാഹന ഉടമകളുടെ കൂട്ടായ്മയായ എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സന്തോഷ വർത്തമാനം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നിലവിലെ എസ്പ്രസോ ഉടമകൾക്ക് ഒരുപക്ഷെ സന്തോഷം നൽകുന്ന വാർത്ത ആയിരിക്കില്ല, എങ്കിലും എസ്പ്രസോ എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് മാറി ചിന്തിക്കാൻ ഉതകുന്ന ഒരു വാർത്തയാണ് ഇന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, സെലേറിയോ, വാഗണാർ, മറ്റു വാഹനങ്ങൾ, ബലേനോ ഒക്കെ പുതിയ രീതിയിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. 2022 മാരുതി സുസുക്കിയുടെ മൈക്രോ SUV ആയ എസ്പ്രസോയും ചെറിയ മാറ്റങ്ങളോടെ 2022 നിരത്തുകളിൽ വീണ്ടും ഇറങ്ങാൻ പോകുന്നു. മാറ്റം മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന സെലേറിയോ 27 കിലോമീറ്റർ 1 ലിറ്ററിന് മൈലേജ് ലഭിക്കുന്ന സെലേറിയോയിൽ പരീക്ഷിച്ച് വിജയിച്ച K10C സീരീസ് എഞ്ചിൻ അല്ലെങ്കിൽ K12 സീരീസ് എഞ്ചിൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് എസ്പ്രസോ ഉടനെ നിരത്തുകളിലേക്ക് ഇറങ്ങും. 30 കിലോമീറ്റർ 1 ലിറ്ററിന് മൈലേജ് ലഭിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം സെലേറിയോയിൽ ഉള്ളത്ര കനം അല്ലെങ്കിൽ അത്രയും ലോഡ് എസ്പ്രസോയ്ക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന വാഹനമായി ഒരുപക്ഷെ എസ്പ്രസോ ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങിയെന്ന് വരാം. നിലവിലെ എസ്പ്രസോ ഉപഭോക്താക്കൾക്ക് ഒരുപക്ഷെ വിഷമമുണ്ടാക്കുന്ന വാർത്തയാണെങ്കിൽ പോലും എസ്പ്രസോ എടുക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ആഹ്ലാദം നൽകുന്ന ഒരു വാർത്തയായിരിക്കും, പ്രത്യേകിച്ച് ഇന്ധനവില വർദ്ധിക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിലൂടെ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എസ്പ്രസോ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലബിൻ്റെ ഭാഗമാവുക. ഒരു ചെറിയ രജിസ്ട്രേഷൻ നടപടികൾ മാത്രമാണുള്ളത്. അത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ക്ലബിൻ്റെ ഭാഗമാവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ നന്ദി.